ഓരോ വൈകുന്നേരവും കഫറ്റീരിയ അടച്ചതിനു ശേഷം എലേന ബാക്കി വരുന്ന ഭക്ഷണം ചെറിയ പാത്രങ്ങളിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. അവർ ഒരിക്കലും ആവശ്യത്തിലധികം എടുത്തില്ല. വീട്ടിൽ അവരുടെ 2 ചെറുമക്കൾ തീന്മേശയ്ക്കരികിൽ കാത്തിരിക്കും, കാലാട്ടിക്കൊണ്ട് തിളക്കമുള്ള കണ്ണുകളോടെ. അമ്മുമ്മ ജോലിസ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചോ? ഇളയവൻ ചോദിക്കും. അവർ അതെ എന്ന അർത്ഥത്തിൽ പുഞ്ചിരിയോടെ തലയാട്ടും. അതിനുശേഷം അവർക്ക് ചൂടുള്ള ഭക്ഷണം, പച്ചക്കറികൾ ഒക്കെ വിളമ്പും. ഒരു കഷ്ണം കോഴി ചെറുതായി മുറിച്ച് കൂടുതലുണ്ടെന്ന് കാണിച്ച് അവർക്ക് നൽകും. അവർ കഴിക്കുന്നത് നോക്കി നിൽക്കും, അവരുടെ ഇരിപ്പ് നേരെയാക്കും, അവരുടെ വായ തുടച്ചു കൊടുക്കും. ഇതിനെല്ലാം ശേഷം തനിക്ക് വിശപ്പില്ലെന്ന് നടിച്ച് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് ഉറങ്ങാൻ പോകും. ഇത് ഓരോ രാത്രിയും ആവർത്തിച്ചുകൊണ്ടിരുന്നു. കഫറ്റീരിയയിൽ ആരും ഇത് ശ്രദ്ധിച്ചില്ല. എലേന ശാന്ത സ്വഭാവമുള്ളയാളും സമയക്രമം പാലിക്കുന്നവരുമായിരുന്നു. നല്ലതുപോലെ അധ്വാനിക്കുന്ന ആളുമായിരുന്നു. നല്ല മഴയുള്ള ഒരു വൈകുന്നേരം അവരുടെ മാനേജറായിരുന്ന മിസ്റ്റർ ആൽവാരസ് അവർ കൊണ്ടുപോകുന്ന ചെറിയ ബാഗ് ശ്രദ്ധിച്ചു. എലേന അത്രമാത്രം കരുതലോടെ ആ ബാഗ് പിടിച്ചുകൊണ്ടു പോകുന്ന രീതിയാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അന്ന് വീട്ടിലേക്ക് പോകുന്നതിന് പകരം തൻ്റെ കാറിൽ എലേനയുടെ ബസ്സിനെ അയാൾ പിന്തുടർന്നു. വഴിയുടെ എതിർവശത്ത് നിന്ന് പഴകിയ ചെറിയൊരു ഫ്ലാറ്റിലേക്ക് അവർ കയറിപ്പോകുന്നത് അയാൾ ശ്രദ്ധിച്ചു. ശേഷം തുറന്ന ജനാലയിലൂടെ 2 പ്ലേറ്റുകളിൽ മാത്രം അവർ ഭക്ഷണം എടുക്കുന്നതും അയാൾ കണ്ടു. അവർ കുട്ടികൾക്കൊപ്പം ഇരുന്ന് ചിരിക്കുകയും സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തു. കുട്ടികൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ പാത്രങ്ങൾ നീക്കം ചെയ്തു. എന്നാൽ അല്പം പോലും ഭക്ഷണം അവർ കഴിച്ചില്ല. ഇത് കണ്ട ആൽവാരസിന് വലിയ ഹൃദയവേദനയുണ്ടായി. പിറ്റേ ദിവസം അയാൾ എലേനയെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവർ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന് തിരക്കി. ഞാൻ വീട്ടിൽ പോയി കഴിക്കാറുണ്ടെന്നായിരുന്നു എലേനയുടെ മറുപടി. അന്നേ ദിവസം വൈകുന്നേരവും അവർ ഭക്ഷണം കൊണ്ടുവന്നു. പക്ഷേ അന്ന് 3 പ്ലേറ്റുകൾ മേശമേൽ വെച്ചു. എന്നാൽ തൻ്റെ പ്ലേറ്റിലേക്ക് അവർ ഭക്ഷണമൊന്നും ഇട്ടിരുന്നില്ല. കുട്ടികൾ ശ്രദ്ധിച്ചപ്പോൾ ലജ്ജയോടെ എനിക്ക് വിളമ്പാൻ മറന്നുപോയി എന്നവർ പറഞ്ഞു. ആ സമയത്ത് ഡോർബെല്ല് മുഴങ്ങുകയും അവർ കതക് തുറന്നു നോക്കുമ്പോൾ മിസ്റ്റർ ആൽവാരസ് ഭക്ഷണപ്പൊതികളുമായി അവിടെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ പാലും ബ്രെഡും പഴങ്ങളും മാംസവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം മൃദുവായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും ലജ്ജിപ്പിക്കില്ല. നാളെ മുതൽ നിങ്ങളുടെ ശമ്പളം കൂട്ടുകയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വീട്ടിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം കഫറ്റീരിയയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. എലേനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ നന്ദി വാക്ക് പറഞ്ഞില്ല, തല കുനിച്ച് നിൽക്കുക മാത്രം ചെയ്തു. കുലീനമായി ആർക്കു മുന്നിലും കൈനീട്ടാതെ ജീവിക്കുന്ന സ്ത്രീയായിരുന്നു എലേന. കരുണയ്ക്ക് കാഴ്ചക്കാർ ആവശ്യമില്ല.